Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, വെരി ഇമ്പോർട്ടൻറ്റ് സ്വിങ് ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ ഫോർമുലാസ് ആണ്. അതായത് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്യലിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് അളവുകൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് അളവ് അറിയില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ചെയ്യണം അതിൻ്റെ അളവ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ അളവുകൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളിന്ന് പറയുന്നത് ആം ഹോളിൻ്റെ ഡെപ്താണ്. ആം ഹോളിൻ്റെ ഡെപ്ത്ത് വെറൈറ്റി ആയിട്ട് 3 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈസി മെത്തേഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് ആം ഹോളിൻ്റെ ഡെപ്താണ്. പിന്നെ ഇതേപോലത്തെ ഒരുപാട് ഇക്വേഷൻസ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ബെസ്റ്റ് സർക്കംഫറൻസ്, നമ്മുടെ ബെസ്റ്റ് അളവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാം. ബെസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 6 + 1.5 ഇഞ്ച്. അതായത് നമ്മുടെ ബെസ്റ്റ് അളവ് മാത്രമേ നമുക്ക് അറിയുള്ളൂ, നമുക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ 3 ഇക്വേഷൻസാണ് ടോട്ടലി വരുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത്തൊക്കെ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ, നമ്മളുടെ ഡ്രസ്സ് ചുരുങ്ങുകളും അല്ലെങ്കിൽ ചുരുക്കൽ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ആ ഒരു സിറ്റുവേഷനിൽ വരും. കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കിട്ടുക നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ബസ്റ്റ് 36 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ ആ ബസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 36/6 + 1.5 ഇഞ്ച് അങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 36/6 എന്ന് പറയുമ്പോൾ നമുക്ക് 6 തന്നെ കിട്ടും, പ്ലസ് 1.5 ഇഞ്ച് അതേപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് 6 + 1.5 ഇഞ്ച് എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 7.5 ഇഞ്ച്. ഇങ്ങനെ നമുക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാം. ആം ഹോളിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ, ലാസ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ആം ഹോളിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കില്ലേ, ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വരയ്ക്കത്തില്ലേ, അതാണ് ആം ഹോളിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് 7.5 കിട്ടിയല്ലോ, അത് ബസ്റ്റ് അളവ് ഉണ്ടായിരുന്ന കൊണ്ടിട്ടാണ് നമ്മൾ അത് വെച്ചിട്ടാണ് ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ഷോൾഡറിൻ്റെ അളവാണുള്ളത്, ബസ്റ്റിന് പകരം ഷോൾഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ഡിവൈഡഡ് ബൈ 2. ഷോൾഡർ എന്ന് പറയുമ്പോൾ ഹാഫ് ഷോൾഡർ അല്ല നമ്മൾ എടുക്കുന്നത്, ഫുൾ ഷോൾഡറാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഹാഫാണ്, പക്ഷേ ഇവിടെ ഇക്വേഷനിൽ നമ്മൾ എടുക്കേണ്ടത് ഫുള്ളാണ്. ഓക്കെ, ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 + 0.5 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ 14 ഇഞ്ചാണ്, അതായത് ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളത് 14 ഇഞ്ചാണ് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് ആ ഫുള്ളായിട്ടുള്ളത് എടുക്കുക. ഹാഫ് എടുക്കരുത് കേട്ടോ, വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് എടുക്കുക. ഇൻ കേസ് നിങ്ങൾ ഹാഫാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് 2 കൊണ്ട് ഹരിക്കരുത്, കാരണം നമ്മൾ ഷോൾഡറിനെ ഹാഫ് ആക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുക. ഇക്വേഷനിൽ ഹാഫ് ആക്കിയിട്ടാണ് ചെയ്യുക, മനസ്സിലായില്ലേ? 14/2 + 0.5 നമുക്ക് 7 + 0.5 എന്ന് കിട്ടും. നിങ്ങൾ ഹാഫാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ 2 വെച്ച് ഹരിക്കരുത് കേട്ടോ, നേരെ അതിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 7.5 ഇഞ്ച് എന്ന് കിട്ടും. കണ്ടോ, ഫസ്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തപ്പോഴും നമുക്ക് കിട്ടി. അപ്പോൾ ഈ 2 ഇക്വേഷനിലൂടെയും നമ്മൾക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലേ? ക്ലിയർ ആയിട്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആം ഹോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഇക്വേഷൻസ് പറഞ്ഞിട്ടില്ലേ, ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. സെയിം തന്നെ ആം ഹോളിൻ്റെ ഡെപ്ത്ത് തന്നെയാണ്. ഈ വീഡിയോയിൽ ഇത് 3 ആണ് കേട്ടോ പറയുന്നത്. പിന്നെ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വരച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയി പോകും. ബാലൻസ് ഇക്വേഷൻസ് ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത്തിൻ്റെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുകയാണ്. ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4 - 1.5 ഇഞ്ച്. അതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുക. ബസ്റ്റ് അളവിനെ 4 വെച്ച് ഹരിക്കുക, അതിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ബസ് സൈസ് 36 തന്നെ എടുക്കാം. ഓക്കെ, 36 ഇഞ്ച് ബസ് സൈസ് വന്നു. അപ്പോൾ നമ്മളെങ്ങനെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക? 36/4 - 1.5 ഇഞ്ച്. 36/4 എന്ന് പറയുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുക. 9ൽ നിന്ന് 1.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 7.5 അല്ലേ? വീണ്ടും നമുക്ക് 7.5 തന്നെ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ 3
ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നാമത് ചെയ്തു, രണ്ടാമത്തെ ഷോൾഡർ യൂസ് ചെയ്തു, മൂന്നാമത് വീണ്ടും നമ്മൾ ബസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ചെയ്തു. 3 ഇക്വേഷൻസ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് ഒരേ അളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേത് അളവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ 7.5 കിട്ടി, ഇവിടെയും 7.5 കിട്ടി, ഇവിടെയും 7.5 കിട്ടി. അപ്പോൾ ഷോൾഡർ ഉണ്ടെങ്കിലും ബസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബസ്റ്റ് അളവ് അല്ലെങ്കിൽ ചെസ്റ്റ് അളവ് എടുത്താലും മതി. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കാൽക്കുലേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററോ ഫോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഡെപ്ത്ത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞല്ലോ, ഡെപ്ത്ത് എന്ന് ഒരുപാട് തവണ പറഞ്ഞു. അത് എങ്ങനെയാണ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് അറിയാത്തവർക്ക്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് വരച്ച് കാണിക്കുന്നത്. നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഷോൾഡർ, അതാണ് SH ഷോൾഡർ, പിന്നെ N എന്ന് കൊടുത്തിട്ടുള്ളത് നെക്ക്, L എന്ന് കൊടുത്തിട്ടുള്ളത് ലെങ്ത്. ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഡെപ്ത്ത് വരയ്ക്കുക. ഇതാണ് ആം ഹോളിൻ്റെ ഡെപ്ത്ത്. കണ്ടോ? ഷോൾഡർ എത്രയാണെന്ന് നിങ്ങൾ അളക്കുമല്ലോ, ആ അളക്കുന്ന പോർഷനിൽ നിന്ന് താഴത്തേക്കാണ് വരയ്ക്കേണ്ടത് കേട്ടോ. കണ്ടോ? ഇവിടം വരെ നമുക്ക് ഷോൾഡർ ഉണ്ടായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കും. ഷോൾഡർ സ്ലോപ്പ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഡീറ്റെയിൽ വീഡിയോ അതിന് മാത്രം ഇട്ടിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക. ഈ ആം ഹോളിൻ്റെ ഡെപ്ത്ത് നമ്മൾ എങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്? ചെസ്റ്റിലോട്ടാണ് വരയ്ക്കുക. അതിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അതിന് താഴെ ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അങ്ങനെയാണ് പോവുക. കണ്ടോ? ചെസ്റ്റിലേക്കാണ് ഇത് വരിക. ചെസ്റ്റിൻ്റെ അവിടെ നിങ്ങൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളിങ്ങനെ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കുന്നതാണ്. എങ്ങനെയാണ് കർവ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കിയാൽ മതി. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത്. ഈ ഒരു അളവാണ്, അതായത് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഈ ഒരു അളവാണ് നമുക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്തായിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? ചെസ്റ്റ് അളവ് ഇവിടെ സീം അലവൻസ് വരും കേട്ടോ, ചെസ്റ്റിൻ്റെ കൂടെയൊക്കെ സീം അലവൻസ് വരും. 7.5 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇത് ഹാഫ് ഷോൾഡറാണ്. SH എന്ന് പറയുമ്പോൾ ഹാഫ് ഷോൾഡറാണ്. നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഹാഫ് ഷോൾഡർ അല്ല, × 2 ചെയ്തിട്ടാണ് നമ്മൾ ഇടുക. വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ × ചെയ്യല്ല, നമുക്ക് ആദ്യം ഫുള്ളായിരിക്കുമല്ലോ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടുക. അതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. പകുതിയാണ് ഇനി നിങ്ങൾ ആദ്യമേ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ 2 കൊണ്ട് ഹരിക്കാതിരിക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയുമാണ് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.